ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2019 നടന്നിട്ടുള്ള ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓട്ടോ കാഡിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം മുമ്പത്തെ വീഡിയോയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, ഫോർ ക്രിയേറ്റിംഗ് എൻ ആർക്ക് ഇൻ ഓട്ടോ കാഡ് ഡാഷ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ്. ആർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഓട്ടോ കാഡിൽ നമ്മൾ ആർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ആർക്ക് എന്ന് പറഞ്ഞാൽ ARC എന്നാണ് അതിൻ്റെ ലെറ്ററുകൾ ഉള്ളത്. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനിലുള്ളത് AR AAC എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ആർക്ക് എന്നുള്ള ആ വാക്കിൻ്റെ മുഴുവൻ അക്കങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ആർക്ക് എന്നുള്ള ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ കാഡിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ എന്നുള്ളത് A ആണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. വെറും A എന്നുള്ള ലെറ്റർ മാത്രമാണ് ആർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ. ഇനി AR എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് അറേക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് അറേ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ AR എന്നുള്ള ഷോർട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്. AC എന്നുള്ള ഷോർട്ട് കീ നമ്മൾ ഓട്ടോ കാഡിൽ ഉപയോഗിക്കാത്തൊരു ഷോർട്ട് കീ ആണ്. ഇപ്പം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് മുൻപ് നമ്മളോട് ചോദിച്ചിരുന്നത്. സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുക. അപ്പോൾ അത് C ആണ് അല്ലേ. CO എന്ന ഓപ്ഷനിലുണ്ടായിരുന്നു. CO എന്നുള്ളത് കോപ്പിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഷോർട്ട് കട്ട് കീകൾ നമ്മൾ പഠിച്ചു വെക്കുക. സർക്കിളിന് C ആണ്, കോപ്പിക്ക് CO ആണ്. അതേപോലെ തന്നെ ആർക്കിന് A മാത്രമാണ് ഉപയോഗിക്കുന്നത്. AR എന്നുള്ളത് അറേ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ കാഡിൽ നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ആൻ EDM ഇൻസ്ട്രുമെന്റ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ EDM ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് EDM ഇൻസ്ട്രുമെന്റ്? EDM ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ EDM ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഇതിലേത് മാത്രമേ ഉള്ളൂ? തിയോഡലൈറ്റ് മാത്രമേ ഉള്ളൂ. തിയോഡലൈറ്റിൽ EDM ഇല്ല. പക്ഷേ EDM ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ളത് ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെയും ഒരു EDM-ൻ്റെയും കോമ്പിനേഷനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളത് നോക്കുക. ഡിസ്റ്റോമാറ്റ്, ജിയോഡിമീറ്റർ ആൻഡ് ടെല്ലുറോമീറ്റർ. ഈ മൂന്നെണ്ണവും എന്താണ്? ആക്ച്വലി ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഡിസ്റ്റോമാറ്റും ജിയോഡിമീറ്ററും അതേപോലെ തന്നെ ടെല്ലുറോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ഇൻസ്ട്രുമെന്റുകൾ, അതായത് ഈ EDM ഇൻസ്ട്രുമെന്റുകൾ എങ്ങനെയാണ് മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ മാറുന്നതിനനുസരിച്ചാണ് ഈ EDM ഇൻസ്ട്രുമെന്റുകളുടെ പേര് മാറുന്നത്. ഉദാഹരണത്തിന് മൈക്രോവേവ് ഇൻസ്ട്രുമെന്റുകൾ, അതായത് ടെല്ലുറോമീറ്റർ എന്താണ്? ഒരു മൈക്രോവേവ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടെല്ലുറോമീറ്ററിൽ റേഡിയോ വേവ്സ് ആണ് കരിയർ വേവ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളുടെ ഒരു എക്സാമ്പിൾ ആണ് ടെല്ലുറോമീറ്റർ എന്നുള്ളത്. ഇതേപോലെ തന്നെ ജിയോഡിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ വിസിബിൾ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കാണുന്ന സാധാ നാച്ചുറൽ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. സോ അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് എന്താണ്? വിസിബിൾ ലൈറ്റ് ആണ്. അതിനെ നമ്മൾ ജിയോഡിമീറ്റർ എന്ന് പറയും. ഇനി മറ്റൊന്ന് ഡിസ്റ്റോമാറ്റ് ആണ്. ഡിസ്റ്റോമാറ്റിൽ ഇൻഫ്രാറെഡ് റേസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ടോട്ടൽ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നതും എന്താണ്? ഇൻഫ്രാറെഡ് റേസ് ആണ് അല്ലേ. അതിൽ നിന്ന് ടോട്ടൽ സ്റ്റേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ഇൻഫ്രാറെഡ് വേവുകളെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇൻഫ്രാറെഡ് വേവുകൾ ഉപയോഗിച്ചുകൊണ്ട് മെഷർമെന്റ് എടുക്കുന്നതിനെ നമ്മൾ ഡിസ്റ്റോമാറ്റ് എന്ന് പറയും. അപ്പോൾ അവിടെ ഇലക്ട്രോണിക് തിയോഡലൈറ്റും ശരിക്കും ഡിസ്റ്റോമാറ്റിന്റെയും കൂടെ കോമ്പിനേഷൻ വരുന്നത് ആണ് ഇന്ന് കാണുന്ന ടോട്ടൽ സ്റ്റേഷനുകൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് കമാൻഡ് ക്രിയേറ്റ്സ് പാരലൽ ലൈൻസ്, പാരലൽ കർവ്സ്, കോൺസെൻട്രിക് സർക്കിൾസ് എക്സെട്ര ഇൻ എ സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് ഓട്ടോ കാഡ് ഡ്രോയിങ്. ഓട്ടോ കാഡിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഏത് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പാരലൽ ലൈൻസും പാരലൽ കർവുകളും കോൺസെൻട്രിക് സർക്കിൾസും നമ്മൾ വരയ്ക്കുന്നത്? ഇൻ എ സ്പെസിഫൈഡ് ഡിസ്റ്റൻസ്, ഒരു നിശ്ചിത ഡിസ്റ്റൻസിന്റെ
വ്യത്യാസത്തിൽ നമ്മൾ ഇങ്ങനെ പാരലൽ ലൈനും പാരലൽ കർവും കോൺസെൻട്രിക് സർക്കിളൊക്കെ വരയ്ക്കുന്നത് ഏത് കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ആണ്. അപ്പോൾ ഓഫ്സെറ്റിന്റെ പ്രത്യേകത എന്താണ്? ഒരു നിശ്ചിത അകലത്തിൽ നമ്മൾ അതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ആ നിശ്ചിത ദൂരത്തിലേക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ നിശ്ചിത ഓഫ്സെറ്റ് കൊടുത്തുകൊണ്ട് അത് വരയ്ക്കും. അപ്പൊ അത് ലൈൻ ആണെങ്കിലും ശരി, സർക്കിൾസ് ആണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ശരി, ഓഫ്സെറ്റുകൾ ഫോം ചെയ്യുന്നു. അപ്പൊ ആ കമാൻഡ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ആണ്. ഇനി ബാക്കിയുള്ള കമാൻഡുകളെ പ്രത്യേകത എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അതേ സെയിം ആയിട്ടുള്ള വേറൊരു ഒബ്ജക്റ്റും കൂടെ സെയിം ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഓഫ് സീരീസ് ഓഫ് ഒബ്ജക്റ്റുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസിലും കോളംസിലും ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ അറേ എന്ന് പറയാം. മിറർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് ഫോം ചെയ്യാം. അതാണ് മിറർ എന്നുള്ള കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫ്സെറ്റ് മാത്രമാണ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഇതുപോലെ പാരലൽ ലൈൻസോ കോൺസെൻട്രിക് സർക്കിൾസോ ആർക്കൊക്കെ ഫോം ചെയ്യാൻ പറ്റുന്ന ഇത്. അതിലെന്താണെന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ലൈറ്റ് ബീം യൂഷ്വലി സെൻഡ് ഔട്ട് ഫ്രം എ മോഡേൺ EDM ഇൻസ്ട്രുമെന്റ് ഈസ്. ഒരു മോഡേൺ EDM ഇൻസ്ട്രുമെന്റിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് ബീം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ യൂഷ്വൽ ലൈറ്റ് ബീമിനെ കുറിച്ചല്ല ചോദിച്ചിട്ടുള്ളത്, ഏത് മൈക്രോവേവ് ആണ് ഉപയോഗിക്കുന്നത്, ഇന്ന് കാലത്ത് ഉപയോഗിക്കുന്ന EDM ഇൻസ്ട്രുമെന്റിൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. അപ്പോൾ നമുക്ക് പലർക്കും സംശയം ഉണ്ടാകും. നമ്മളുടെ EDM എന്ന് പറഞ്ഞതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 3 ടൈപ്പ് വേവുകൾ ഉപയോഗിക്കുന്നുണ്ട് EDM ഇൻസ്ട്രുമെന്റിൽ. ഒന്ന് റേഡിയോ വേവ്, ഒന്ന് നോർമൽ ലൈറ്റ് വേവ്, മൂന്നാമത്തത് ഇൻഫ്രാറെഡ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഇൻഫ്രാറെഡും ലൈറ്റ് റേസും ഉണ്ടെങ്കിലും മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ കൂടുതലായിട്ടും ഇൻഫ്രാറെഡ് റേസ് ആണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ടെലിറോമീറ്റർ റേഡിയോ വേവ് ആണ് ഉപയോഗിക്കുന്നത്, ജിയോഡിമീറ്റർ വിസിബിൾ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മോഡേൺ ഇൻസ്ട്രുമെന്റ് ഇപ്പം നമ്മൾ പറയുന്ന ടോട്ടൽ സ്റ്റേഷനുകളൊക്കെ എന്താണ് ഇൻഫ്രാറെഡ് റേസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ ഇൻഫ്രാറെഡ് ആയത്. ശരിക്കും ഇത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല. കാരണം EDM ഇൻസ്ട്രുമെന്റുകൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഏത് ലൈറ്റ് ബീമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ നോർമൽ ലൈറ്റ് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഗാമാറേയും എക്സ്റേയും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നോർമൽ ലൈറ്റ് റേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, EDM ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എ സർവേ ലൈൻ ഈസ് L ആൻഡ് ദ റെഡ്യൂസ്ഡ് ബെയറിംഗ് ഈസ് Q. ദെൻ ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ ലൈൻ ഈസ്. ഒരു ലൈനിന്റെ ലെങ്ത് L-ഉം അതിന്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് Q-ഉം ആണെങ്കിൽ ആ ലൈനിന്റെ ലാറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ആദ്യം ലാറ്റിറ്റ്യൂഡ്, എന്താണ് ഡിപ്പാർച്ചർ എന്ന് ഫസ്റ്റ് പറയാം. ഒരു ലൈനിന്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈനിന്റെ കോർഡിനേറ്റ് ലെങ്ത് ആണ് വിച്ച് ഈസ് മെഷേർഡ് പാരലൽ ടു ദ മെറീഡിയൻ. ഒരു മെറീഡിയന് പാരലൽ ആയിക്കൊണ്ട് ഒരു ലൈനിന്റെ കോർഡിനേറ്റ് ലെങ്ത് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഇതേപോലെ തന്നെ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിന്റെ കോർഡിനേറ്റ് ഡിസ്റ്റൻസ് ആണ് വിച്ച് ഈസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ മെറീഡിയൻ. മെറീഡിയന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ടാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ഡിപ്പാർച്ചർ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ AB എന്നുള്ളതാണ് ലൈന്. അതിന്റെ മെറീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോർത്ത് സൗത്ത് ഡയറക്ഷനെയാണ് ശരിക്കും മെറീഡിയൻ എന്ന് പറയുന്നത്. നോർത്തിനെയാണ് നമ്മൾ മെറീഡിയൻ എന്ന് പറയാം അല്ലെ. അപ്പൊ അതിലേക്ക് നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് ലെങ്തിനെ ലാറ്റിറ്റ്യൂഡ് എന്നും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുന്ന കോർഡിനേറ്റ് ലെങ്തിനെ ഡിപ്പാർച്ചർ എന്നുമാണ് പറയുന്നത്. ഇനി ഇവിടെ ബെയറിംഗ് എന്ന് കാണിച്ചിരിക്കുന്നതാണ് എന്ത്, റെഡ്യൂസ്ഡ് ബെയറിംഗ്. അത് Q ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാറ്റിറ്റ്യൂഡ് എന്നുള്ളത് L cos Q ആണ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ L cos Q ആണ്. തീറ്റ ആണെങ്കിൽ L cos തീറ്റ, ആൽഫ ആണെങ്കിൽ L cos ആൽഫ എന്ന് പറയും. ഡിപ്പാർച്ചർ ആണെങ്കിൽ L sin തീറ്റ അല്ലെങ്കിൽ L sin ആൽഫ അല്ലെങ്കിൽ L sin Q എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ലൈനും തീറ്റ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ബെയറിംഗ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ ഡിപ്പ് ആർ കോൾഡ് ആസ്. അതായത് ഈക്വൽ ഡിപ്പുള്ള പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 4 ലൈനുകളെ കുറിച്ചാണ് ഓപ്ഷനിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ചോദ്യത്തിന് ആൻസർ പറയാം. ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ ഡിപ്പ്. ഈക്വൽ ഡിപ്പ് വരുന്ന പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ ഐസോക്ലിനിക് ലൈൻസ് എന്നാണ് പറയാം. അപ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന 4 ടേമുകളാണ്. ഇതെങ്ങനെ എളുപ്പത്തിൽ പഠിച്ചിരിക്കാമെന്നും കൂടെ പറയാം. ഐസോ എന്നുള്ള വാക്കിന്റെ അർത്ഥം സെയിം എന്നാണ്. അപ്പൊ ഈക്വൽ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഐസോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഐസോ ക്ലിനിക് ആണോ ഐസോ ഗണിക് ആണോ എന്നാണ് പിന്നെ സംശയം ഉണ്ടാവുക.
നമുക്കറിയാം ഡിക്ലിനേഷന്റെ ഓപ്പോസിറ്റ് ഇവിടെ രണ്ട് രൂപത്തിലാണ് പറയുക. ഒന്ന് ഡിപ്പും ഒന്ന് ഡിക്ലിനേഷനുമാണ്. ലൈൻ ജോയിനിങ് ഈക്വൽ ഡിപ്പ്, ലൈൻ ജോയിനിങ് ഈക്വൽ ഡിക്ലിനേഷൻ. അതിൽ ഡിക്ലിനേഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഐസോഗണിക് ആണ്. ഡിപ്പ് ഈക്വൽ ഡിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഐസോക്ലിനിക് ആണ്. അപ്പോൾ ഡിക്ലിനേഷൻ ഐസോക്ലിനിക്, അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരിക എന്ന് മനസ്സിലാക്കുക. അതായത് ഡിപ്പിനാണ് ഐസോക്ലിനിക് വരുന്നത്. ഡിക്ലിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡിക്ലി എന്ന് വരാത്ത ടേമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐസോഗണിക് ലൈൻ അങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കാൻ എളുപ്പം. മറ്റേതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക. ഇനി വാട്ട് ഈസ് ഐസോഗണിക് ലൈൻസ്? ഐസോഗണിക് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഐസോ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്, ഡിപ്പിന് പകരം ഡിക്ലിനേഷൻ ആവുന്ന മാത്രം. അപ്പോൾ ഐസോഗണിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിക്ലിനേഷൻ ഉള്ള പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതിനെ ഐസോഗണിക് ലൈൻസ് എന്ന് പറയും. ഇനി വാട്ട് ഈസ് അക്ലിനിക് ആൻഡ് അഗണിക് ലൈൻസ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈക്വലിന് പകരം 0 ഡിപ്പും 0 ഡിക്ലിനേഷനും ആണെങ്കിൽ അതിനെയാണ് അക്ലിനിക് എന്നും അഗണിക് എന്നും പറയുന്നത്. അപ്പോൾ അക്ലിനിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ഡിപ്പ് ആയിരിക്കും. അഗണിക് എന്ന് പറയുന്നത് 0 ഡിക്ലിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ലൈനുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും തേർഡ് ഗ്രേഡിൻ്റെയും സെക്കൻഡ് ഗ്രേഡിൻ്റെയും ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാവുന്ന ഒരു ചോദ്യമാണ് ഐസോഗണിക്, ഐസോക്ലിനിക്, അക്ലിനിക് ആൻഡ് അഗണിക് ലൈൻസ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡിപ്പ് ആൻഡ് ഡിക്ലിനേഷൻ? ഡിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാഗ്നറ്റിക് നീഡിൽ എർത്ത് സർഫസിന്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന വെർട്ടിക്കൽ ആംഗിളിനെയാണ് ഡിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ കാണുന്നത് പോലെ ഏതൊരു നീഡിൽ നമ്മൾ എർത്ത് സർഫസിന്റെ മുകളിൽ വെച്ചാലും ഇതുപോലെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുക. അതർ ദാൻ ഇക്വേറ്ററിലാണെങ്കിൽ കൃത്യം ലെവലായിരിക്കും. ഇക്വേറ്ററിലല്ലാതെ നോർത്തേൺ ഹെമിസ്ഫിയറിലോ സദേൺ ഹെമിസ്ഫിയറിലോ ആണ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ വെക്കണമെങ്കിൽ അതിനെന്തുണ്ടാവും? ഒരു ചെറിയ ചെരിവുണ്ടാവും. മേ ബി നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല, നമ്മൾ നീഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ എന്തുണ്ടാവും? ഒരു വെർട്ടിക്കൽ ആംഗിൾ ഉണ്ടാവും. ആ വെർട്ടിക്കൽ ആംഗിളിനാണ് ഡിപ്പ് എന്ന് പറയാം. ഇനി വാട്ട് ഈസ് ഡിക്ലിനേഷൻ? ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ മെറീഡിയനും അതേപോലെ തന്നെ മാഗ്നറ്റിക് മെറീഡിയനും തമ്മിലുണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വർക്കിംഗ് എഡ്ജ് ഓഫ് എ പ്ലെയിൻ അലിഡൈഡ് ഈസ് നോൺ ആസ്. ഒരു പ്ലെയിൻ അലിഡൈഡിന്റെ വർക്കിംഗ് എഡ്ജിന് പറയുന്ന പേരെന്താണ്? വർക്കിംഗ് എഡ്ജിനെ നമ്മൾ ഫിഡ്യൂഷ്യൽ എഡ്ജ് അല്ലെങ്കിൽ റൂളിംഗ് എഡ്ജ് അല്ലെങ്കിൽ ബിവൽഡ് എഡ്ജ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ഒരു അലിഡൈഡ് എന്നുള്ളത് നമ്മൾ പ്ലെയിൻ ടേബിളിൽ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു ആക്സസറി അല്ല, പ്ലെയിൻ ടേബിളിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആക്ച്വലി ഒരു അലിഡൈഡ് എന്നുള്ളത്. പ്ലെയിൻ അലിഡൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും? ഒരു സ്കെയിൽ ഉണ്ടാവും. നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു സ്കെയിൽ ഉണ്ടാവും. ഒരു ഒബ്ജക്റ്റ് വെയിനും അതേപോലെ തന്നെ ഒരു ഐ വെയിനും ഉണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റിന്റെ അടുത്തായിട്ടാണ് ഒബ്ജക്റ്റ് വെയിൻ ഉണ്ടാവുക. ഐ വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഐ വെയിനിലൂടെ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ കണക്ഷനാണ് ലൈൻ ഓഫ് സൈറ്റ് ഫോം ചെയ്യുന്നത്. ഇതിന്റെ എഡ്ജ്, വർക്കിംഗ് എഡ്ജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഡൂഷ്യൽ എഡ്ജ് എന്ന് പറയുന്നത്. കാരണം അതൊരു സ്കെയിൽ പോലെ വരയ്ക്കാൻ സാധിക്കുന്ന ഒരു എഡ്ജാണ്. അതുകൊണ്ടാണ് അതിന് ഫിഡൂഷ്യൽ എഡ്ജ് അല്ലെങ്കിൽ വർക്കിംഗ് എഡ്ജ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ മറ്റ് പേരുകളാണ് റൂളിംഗ് എഡ്ജ് അതേപോലെ തന്നെ ബിവൽഡ് എഡ്ജ്. വാട്ട് ഈസ് ആൻ എബണി എഡ്ജ്? എബണി എഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രോയിങ് ബോർഡിന്റെ ഒരറ്റത്തായിട്ട് യൂഷ്വലി അതിന്റെ ഷോർട്ടർ സൈഡിൽ T² ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്ജിനെയാണ് നമ്മൾ എബണി എഡ്ജ് എന്ന് പറയുക. ഇത് ഡ്രോയിങ്ങിന്റെ ബോർഡിൽ സാധാരണയായിട്ട് കാണാറുള്ളതാണ് എബണി എഡ്ജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അപ്പർ പ്ലേറ്റ് ഓഫ് എ ലെവലിംഗ് ഹെഡ് ഓഫ് എ ലെവൽ ഈസ് നോൺ ആസ്. ഒരു ലെവൽ ഹെഡിന്റെ അപ്പർ പ്ലേറ്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ലെവലിംഗ് ഹെഡിനെ നമ്മൾ 2 ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തിനെ നമ്മൾ ട്രൈബ്രാച്ച് എന്നും താഴത്തെ ഭാഗത്തിനെ ട്രിവറ്റ് എന്നും. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. മുകൾ ഭാഗത്തെ ഈ ഹെഡിനെ നമ്മൾ ട്രൈബ്രാച്ച് എന്നും ഇതിനെ നമ്മൾ ട്രിവറ്റ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പർ പ്ലേറ്റ് ആണ്. അപ്പർ പ്ലേറ്റിനെ ട്രൈബ്രാച്ച് എന്നാണ് പറയുക. ലോവർ പ്ലേറ്റിനെ ആണെങ്കിൽ ട്രിവറ്റ് എന്ന് പറയും. ഇനി ഇതിൽ ഗ്രാജുവേറ്റഡ് പ്ലേറ്റോ വെർണിയർ പ്ലേറ്റോ ഒന്നുമില്ല. അതൊക്കെ തിയോഡലൈറ്റിലാണ് ഉള്ളത്. ലെവലിൽ എന്തില്ല? ഈ ഗ്രാജുവേറ്റഡ് പ്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ ലെവലിംഗ് ഹെഡിലാണ് ഫുഡ് സ്ക്രൂ ഉണ്ടാവുക. ഫുഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റിനെ ലെവൽ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് എ ട്രിംഡ് സൈസ് ഓഫ് A2 ഡ്രോയിങ് ഷീറ്റ് ഈസ്. A2 ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഡ്രോയിങ് ഷീറ്റിന്റെ സൈസുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? A4 മുതൽ A0 വരെയുള്ള ഡ്രോയിങ് ഷീറ്റുകളുടെ സൈസ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൽ ഈ 297/210 എന്നുള്ള വാല്യൂ A4ന്റെ സൈസാണ്. അതേപോലെ തന്നെ A3ക്ക് സൈസ് ഉണ്ട്, A2ക്ക് സൈസ് ഉണ്ട്, A1നുണ്ട്, A0ക്ക് ഉണ്ട്. അപ്പം നമ്മൾ ഈ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഡയമെൻഷൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ സ്ക്വയർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഏരിയ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് വലിയ ടൈം എടുക്കുന്ന കാര്യമാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ സമയം കൂടുതലെടുക്കും.
അപ്പം ഇവിടെ ഇവർ ചോദിച്ചിട്ടുള്ളത് A2 ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ എത്ര എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് A0 ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് 1m² ആണ്. 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളതാണ് A0 ഡ്രോയിങ് ഷീറ്റ്. ഓക്കെ, ഇപ്പം ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഈ മുഴുവനായിട്ടുള്ളതിന് A0 ഡ്രോയിങ് ഷീറ്റാണ്. A0 ഡ്രോയിങ് ഷീറ്റിനെ 2 ഭാഗമാക്കുമ്പോൾ അത് രണ്ടും എന്താണ് A1 ഭാഗമാണ്. ഇത്രയും ഭാഗം A1 ആണ്, അതേപോലെ തന്നെ ഇത്രയും ഭാഗവും A1 ആണ്. ഇനി A1നെ നമ്മൾ 2 ഭാഗമാക്കുകയാണെങ്കിൽ അത് A2 ആണ്. ഇത് ഒരു A2 ആണ്, ഇതൊരു A2 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ 4 ആക്കി മടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 4 A2 വരും അല്ലേ. അപ്പോൾ A0 എന്നുള്ളത് 1m² ആണ് എന്നുണ്ടെങ്കിൽ A2 എന്നുള്ളത് അതിൻ്റെ 1/4 മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് 0.25m² മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ളതും അത്ര തന്നെയാണ്. നമുക്ക് അറിയണം എന്ത്, A0 എന്നുള്ളത് 2 A1കൾ കൂടി ചേർന്നതാണ്. ഒരു A1 എന്നുള്ളത് 2 A2കൾ കൂടി ചേർന്നതാണ്. ഒരു A2 എന്നുള്ളത് 2 A3കൾ കൂടി ചേർന്നതാണ്. ഒരു A3 എന്നുള്ളത് 2 A4കൾ കൂടി ചേർന്നതാണ്. ഒരു A4 എന്നുള്ളത് 2 A5കൾ കൂടി ചേർന്നതാണ്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് അറിയും എന്നുള്ള ആളുകൾക്ക് മാത്രമേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 0.25 സ്ക്വയർ മീറ്റർ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് A0യുടെ 1m² ആണെങ്കിൽ A1ൻ്റെത് 0.5m² ആയിരിക്കും. A1ൻ്റെത് 0.5m² ആണെങ്കിൽ A2ൻ്റെത് 0.25m² ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കറക്ഷൻ ഡ്യൂ ടു ദ കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ ഈസ് ഡാഷ് വെർ D ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്സർവേഷൻ ഇൻ കിലോമീറ്റർ. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ ആണ്, അതായത് കമ്പൈൻഡ് കറക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കർവേച്ചർ കറക്ഷനോ റിഫ്രാക്ഷൻ കറക്ഷനോ അല്ല, കർവേച്ചറിന്റെയും റിഫ്രാക്ഷന്റെയും കമ്പൈൻഡ് കറക്ഷൻ ഏതാണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ 0.0673 d² എന്നുള്ളതാണ്. വെർ D ഈസ് ഇൻ കിലോമീറ്റർ ആൻഡ് നമുക്ക് കിട്ടുന്ന ഒബ്റ്റെയിൻ ചെയ്യുന്ന കറക്ഷൻ ഇൻ മീറ്റേഴ്സ്, അതുകൊണ്ടാണ് അവിടെ മീറ്റർ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി കമ്പൈൻഡ് കറക്ഷൻ 0.0673 d² എന്നുള്ളതാണ്. ഇതിൻ്റെ സൈൻ എന്നുള്ളത് നെഗറ്റീവ് ആണ്. കമ്പൈൻഡ് കറക്ഷൻ ഓൾവേസ് നെഗറ്റീവ് ആണ്. ഇതേപോലെ തന്നെ നമ്മളുടെ റിഫ്രാക്ഷൻ കറക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്ഷൻ കറക്ഷൻ 0.0112 d² ആണ്. ഇതേപോലെ തന്നെ കർവേച്ചർ കറക്ഷൻ എന്നുള്ളത് 0.0785 d² ആണ്. അപ്പോൾ ഇതിൻ്റെ കമ്പൈൻഡ് കറക്ഷൻ വരുമ്പോൾ റിഫ്രാക്ഷൻ കറക്ഷൻ എന്നുള്ളത് പോസിറ്റീവും കർവേച്ചർ കറക്ഷൻ എന്നുള്ളത് നെഗറ്റീവും ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 0.0673 എന്ന് കിട്ടും. അതിൻ്റെ സൈന് നെഗറ്റീവാണ്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.